ഏറ്റെടുത്തിട്ടുള്ളത് റസാഖ് സാർ ആൻഡ് സൗജിത്ത് മാഡം. ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പിൾസ് ഫാമിലി. ഇന്ന് നമുക്ക് ഈ സെക്ഷൻ എടുക്കാൻ പോകുന്നത് സൗജിത്ത് മാഡമാണ്. മാഡത്തെ വളരെ ഹാർദമായി നല്ലൊരു ഓൺലൈൻ കയ്യലോട് കൂടി ഞാൻ ഈ ഹോട്ട്സ്പോട്ടിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ദ റീജിയണൽ അപ്കമിംഗ് റീജിയണൽ ടീം കോർഡിനേറ്റർ ആകാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഷൗജിത്ത് മാഡം. വെൽക്കം മാഡം. ഓക്കെ, താങ്ക് യു. ഓഡിയബിൾ ആണെന്ന് വിചാരിക്കുന്നു. സാറേ ഓഡിയബിൾ അല്ലേ? ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ്. നല്ലൊരു ശുഭദിനം നേരുന്നു എല്ലാവരെയും. സാറ് പറയുന്ന പോലെ തന്നെ വീഡിയോ ഓണാക്കി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും രാവിലെ നല്ല സുന്ദര മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കാം അല്ലെ. എനിക്ക് ഒരുപാട് ആളുകളോട് നേരിട്ട് കണ്ട് സംസാരിക്കുന്ന പോലെയാവും. എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു രാവിലെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗ്യം നമ്മുടെ SBGയിൽ വന്നതുകൊണ്ടാണ്. സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്ന് ഇതുപോലുള്ള ഓൺലൈൻ സെഷൻ ക്ലാസ് എടുക്കാനും ഓഫ്ലൈൻ ആയിട്ടും ക്ലാസ് എടുക്കാനും എനിക്ക് അവസരം തന്നിട്ടുള്ള ആദ്യം തന്നെ എൻ്റെ എന്താ പറയാ നമ്മുടെ ഫൗണ്ടർ ഫാമിലിക്ക് ഞാനൊരു അഭിനന്ദനം അല്ലെങ്കിൽ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ എല്ലാ അപ്ലൈൻ ലീഡേഴ്സിനെയും ഞാൻ ഈ ഒരു സമയത്ത് സ്മരിക്കുന്നു. കാരണം അവരൊന്നും കൈപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഈ ഒരു അവസരമോ അല്ലെങ്കിൽ ഇതുപോലെ സംസാരിക്കാനോ എനിക്ക് കഴിയുമായിരുന്നില്ല. എന്നെ ഓരോ സ്റ്റെപ്പിലും അല്ലെങ്കിൽ ഓരോ സമയത്തും എന്നെ കൈപിടിച്ച് എൻ്റെ ലീഡേഴ്സ് തന്നെയാണ്, എൻ്റെ സിസ്റ്ററാണ്. ഞാൻ ഒരുപാട് സന്തോഷത്തോടെ സ്മരിക്കുന്നു. ഉണ്ണി സാറ് വളരെ വ്യക്തമായിട്ട് എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ഷൗജത്താണ്. ഹസ്ബൻഡും വൈഫും ഞങ്ങൾ ഒന്നിച്ച്, റസാക്കും ഞാനും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. STC എന്നുള്ള റാങ്കിലാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. വണ്ടൂർ സ്വദേശിനികളാണ്. ഉണ്ണിസാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഉണ്ണിസാർ എന്റെ ടീമിൽ തന്നെ വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം ഒരു എന്താ പറയാ ഒരു ഇരുമ്പ് പണിയിൽ നിന്ന് വളരെ ശക്തമായിട്ട് ഈ ബിസിനസ്, എന്റെ ഉപ്പാന്റെ സുഹൃത്താണ്. ഉപ്പ ഈ ബിസിനസ് ഞാൻ ആദ്യം കൊടുത്ത എന്റെ ഉപ്പാക്കാണ്. ഉപ്പ ആദ്യം ഈ ഒരു ബിസിനസ് അവസരം കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിയാണ്. ആ കാണിച്ചു കൊടുത്ത വ്യക്തി തന്നെ ഈ ബിസിനസ് ഏറ്റെടുത്ത് ഏകദേശം 1/2 കോടിയോളം ബിസിനസ് ഈ സമയം ചെയ്തു കഴിഞ്ഞു. അത് അദ്ദേഹത്തെ എടുത്ത തീരുമാനമാണ് അല്ലെ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നു നമ്മളുടെ ഈ ഒരു ബിസിനസ് എന്താണ്, നമ്മൾ എടുക്കുന്ന തീരുമാനം, നമ്മൾ എടുക്കുന്ന ഡിസൈഡ് അല്ലെങ്കിൽ നമ്മളെ ശരിയായ തീരുമാനം എപ്പോൾ ഏത് സമയത്ത് എടുക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു വ്യക്തിത്വമാണ് ഉണ്ണിസാറ് വളരെ ശക്തമായിട്ട് ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നു. പല ഭാഗത്തും ഇന്ന് അദ്ദേഹത്തിന് ടീമായി കഴിഞ്ഞു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ SBGയുടെ പ്രസ്റ്റീജ് റാങ്ക് ആയിട്ടുള്ള STC എന്നുള്ള ആ ഒരു റാങ്കിൽ അദ്ദേഹം എത്തുന്നുണ്ടാകും. എന്തായാലും ഒരുപാട് സന്തോഷം. എല്ലാവരും നല്ല രീതിയിൽ വളരെ ശക്തമായിട്ട് നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും വൺസ് അഗെയിൻ ഗുഡ് മോർണിംഗ്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ രാവിലത്തെ ഹൈഫ്ലൈസ് മീറ്റിംഗ് എന്നുള്ളത് ഒരുപാട് ആളുകൾക്ക് ഉപകാരം ആയിട്ടുണ്ട്. ഉപകാരം എന്നുള്ളതിലുപരി ഒരുപാട് ആളുകൾ വിജയിക്കാൻ തന്നെ കാരണവും, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് തീരുമാനം എടുക്കാനും ഒരുപാട് ആളുകൾക്ക് വിശ്വാസം കിട്ടാനും വിജയിക്കാനും ഒക്കെ നമ്മുടെ ഈ ഒരു ഹൈഫ്ലൈസ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്നല്ല, ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഓൺലൈനിൽ തന്നെ ആയിരുന്നു കൂടുതലും ക്ലാസ് കിട്ടിയിരുന്നത്. അന്ന് നമ്മുടെ ഓപ്പർച്യൂണിറ്റി പ്രസന്റേഷൻ ഒക്കെ ഓൺലൈൻ വഴിയായിരുന്നു. ആ ഒരു കൊറോണ സമയത്ത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് എവിടെയും കൂടാൻ പറ്റാത്ത സമയത്ത് പോലും ഞങ്ങൾ ഈ ഒരു ഓൺലൈൻ ക്ലാസ് തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് വളരെ ഭാഗ്യം എന്ന് പറയട്ടെ, നമുക്ക് എല്ലാ കാര്യങ്ങളും, നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ചാകട്ടെ എന്തിനെ കുറിച്ചും ഏത് ലീഡേഴ്സും അവരവരുടെ ഓരോ ലീഡേഴ്സിന്റെ ഉള്ളിലും പ്രത്യേക കഴിവാണ് അല്ലെ. എല്ലാവർക്കും ഉള്ളിൽ ഓരോ എന്താ പറയാ കഴിവുകളുണ്ട്. അവർ അറിയാത്ത രീതിയിലുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ നമ്മൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വിലപ്പെട്ടത് അല്ലെ. അതിനുള്ള അവസരമാണ് നമ്മളുടെ ഈ ഒരു ഹൈഫ്ലൈസ് മീറ്റിംഗ്. ഇപ്പൊ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്, മനോജ് സാർ ഒരാഴ്ചയിൽ ഫുൾ സെഷൻ ചെയ്തിരുന്നപ്പോ എപ്പോഴെങ്കിലും ഒരു സമയത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ സെഷൻ കിട്ടാറുള്ളൂ. ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജുകളാണ്. ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം, അല്ലെങ്കിൽ SBG എന്നുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം ഇന്ന് നമ്മളെ പോലത്തെ ഒരുപാട് ആളുകൾക്ക് വിജയിക്കാനും അല്ലെങ്കിൽ നമ്മളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് വരാനും അദ്ദേഹം അന്നെടുത്തൊരു ഡിസിഷൻ ആണ് അല്ലെ, അല്ലെങ്കിൽ തീരുമാനമാണ്. ഇതുപോലെ തന്നെ പല ആളുകൾ ഈ ഒരു ബിസിനസ്സിൽ വരുന്ന
ചെയ്യുന്നുണ്ട്. ഒന്നോ രണ്ടോ ഞാനൊരു കാര്യം പറയാം, നമ്മളൊക്കെ ഈ ബിസിനസ്സിൽ ഇപ്പൊ ഇന്നും ഇന്നലെ ആയിട്ടും അല്ലെങ്കിൽ ഒരു മാസമായിട്ടും 2 മാസമായിട്ടും 6 മാസമായിട്ടും 1 വർഷമായിട്ടും 1.5 വർഷമായിട്ടും 2 വർഷമായിട്ടും ജോയിൻ ചെയ്ത ആളുകൾ ഒരുപാട് ആളുകൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും പെട്ടെന്ന് ഇതൊരു ബിസിനസ്സിൽ പ്ലാൻ ഒക്കെ കേൾക്കുന്ന സമയത്ത് ആവേശത്തോടെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ, അല്ലെങ്കിൽ BOPക്കോ GTSനോ വരുന്ന ആ സമയത്ത് ആവേശത്തോടു കൂടി നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ അസോസിയേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ ആ ഉള്ളില് വിജയിക്കണം എന്നില്ല അടങ്ങാത്ത ലക്ഷ്യം തന്നെയാണ്. പക്ഷെ പലപ്പോഴും ഒരു മാസം 2 മാസം 3 മാസം ഒക്കെ നടക്കുന്ന സമയത്ത് അവരുടെ ആവേശം പെട്ടെന്ന് മെല്ലെ 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 ഒഴിഞ്ഞു പോകാറുണ്ട്, അല്ലെങ്കിൽ ഡൗൺ ആകാറുണ്ട് അല്ലെ. നമുക്കറിയാൻ പറ്റും. അത് അവരുടെ ഉള്ളിൽ തന്നെ അവര് ഇതിൽ പെട്ടെന്ന് വിജയിക്കും. നമുക്കറിയാം, വിജയിച്ച ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വിജയിച്ച വ്യക്തിയും ഒരുപാട് എഫേർട്ട് അല്ലെങ്കിൽ ഒരുപാട് കഠിനമായിട്ടുള്ള പ്രയത്നത്തിന്റെ പിറകിലാണ് അവർക്ക് ആ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. നമ്മളും ചിന്തിക്കേണ്ടത് അത് തന്നെയാണ്. നമ്മൾ ഇതിൽ വന്നു എന്ന് വിചാരിച്ചിട്ട് പ്രൊഡക്റ്റ് എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീമിന്റെ കൂടെ വന്നു, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അനുയോജ്യമായിട്ടൊരു ടീമാണ് SBG. പക്ഷെ അതിൽ വന്നു എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കണം എന്നില്ല. ഞാൻ സാധാരണ ഒരു ടൈമാണ്, ഞാൻ ഈ ബിസിനസ്സിൽ വന്നു, 35,000 രൂപക്ക് ഹോം ഷോപ്പ് എടുത്ത് വന്നു. ഞാൻ ഈ ബിസിനസ്സിൽ വിജയിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അതെന്റെ മാത്രം തീരുമാനമാണ് അല്ലെ. ഞാൻ ഇതിൽ മുന്നോട്ട് പോകണോ? നമ്മുടെ ലീഡേഴ്സ് അപ്ലയൻസ് ഒക്കെ ഉണ്ട്, എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാറുണ്ടെങ്കിൽ പോലും നമ്മൾ എടുക്കുന്ന ശരിയായിട്ടുള്ള തീരുമാനം അതാണ് നമ്മളെ വിജയിപ്പിക്കുക. പലപ്പോഴും ചില ആളുകള് ഹോം മീറ്റിംഗ് ലീഡേഴ്സ് വെക്കാൻ പറഞ്ഞാൽ വെക്കും. അതിൽ ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ഒരു ജോയിനിങ്ങോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സെല്ലിങ്ങോ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഡൗൺ ആവും. അല്ലെങ്കിൽ അവർക്ക് എത്രയോ ഞാൻ ഇത്രയും ആത്മാർത്ഥമായിട്ട് എടുത്തു, അപ്പൊ എന്നെ കൊണ്ട് കഴിയില്ല, എനിക്ക് പറ്റില്ല, ഇത് ചില ആളുകൾക്കൊക്കെ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് 1-2 ഹോം മീറ്റിംഗോ അല്ലെങ്കിൽ 1-2 GTSനോ വന്ന സമയത്ത്, അല്ലെങ്കിൽ 1-2 പ്രൊഡക്റ്റ് സെല് ചെയ്ത് അവരുടെ ആ ബിസിനസ് അവർ നിർത്തി വെക്കാറുണ്ട് അല്ലെ. നമ്മള് എല്ലാം നടക്കണം, എല്ലാം വിജയിക്കണം എന്നുണ്ട്, പക്ഷെ അധ്വാനിക്കാൻ അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടാൻ നമ്മൾ തയ്യാറാവണം. പലരും ആഗ്രഹിക്കാറുണ്ട് ഇതിൽ വിജയിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ പോലെ ആവണം, അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ പോലെ ആകണം, എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ വിജയിക്കും എന്നൊക്കെ വളരെ ആവേശത്തോടു കൂടെ പറയാറുണ്ടെങ്കിൽ പോലും പലപ്പോഴും ചെറിയ കാര്യങ്ങൾ അവര് ഡെസ്പാകും, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ അവര് നെഗറ്റീവായിട്ട് മാറി നിൽക്കാറുണ്ട്. പലപ്പോഴും പല ലീഡേഴ്സും ചെന്ന് ഫോളോ അപ്പ് ചെയ്താലും അവരെടുക്കുന്ന തീരുമാനമാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയില്ല, അവര് കൊത്തിവെക്കുകയാണ്, അല്ലെങ്കിൽ ഉള്ളിൽ അതൊരു എന്താ പറയാ തീരുമാനം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറെ മൈലീഫ് ചെയ്തിട്ടുണ്ട്, മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്, പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല. അതൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളത് ചില ആളുകൾ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾക്ക് എന്താണോ നിങ്ങൾക്ക് വിജയിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്ത് പറ്റും എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്, ഓരോ വ്യക്തിയും. അത് ഇപ്പൊ ഞാൻ വിജയിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എന്റെ മക്കളോ എന്റെ ഉമ്മയോ വാപ്പയോ തീരുമാനിച്ചത് കൊണ്ടായില്ല, അല്ലെങ്കിൽ അവരോടല്ല ഞാൻ ഷെയർ ചെയ്യേണ്ടത് ഞാൻ വിജയിക്കുവോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയോ എന്നുള്ളത് ഞാൻ ആരോടും അല്ല ചോദിക്കേണ്ടത്, ഞാൻ എന്നോട് തന്നെയാണ് അല്ലെ. നമ്മൾ ഓരോരുത്തരും നമ്മളെ ഉള്ളിൽ കിടക്കുന്ന ഓരോ കഴിവുകളുണ്ട്. ആ കഴിവ്, ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ, അല്ലെങ്കിൽ അതിന് എന്നെ കൊണ്ട് കഴിയും എന്നുള്ളൊരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. പലപ്പോഴും പ്രചോദനത്തിന്റെയും മോട്ടിവേഷന്റെയും ഒക്കെ പിന്നാലെ പല ആളുകളും അതിന്റെ ആ ഒരു ഭാഗമായിട്ട് അപ്ലയൻസിനോട് എങ്ങനെ പറയും എന്നുള്ള രൂപത്തിൽ ബിസിനസ് ചെയ്യുമെങ്കിലും അവരുടെ ഉള്ളില് ഉറങ്ങിക്കിടക്കുകയാണ്, എന്നെ കൊണ്ട് കഴിയില്ല, ഇവരെന്താണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവരെന്താ കരുതുക, അല്ലെങ്കിൽ എന്റെ ഒരു വർക്കിന് ഇവർ വന്നില്ലെങ്കിലോ അല്ലെ. ഉള്ളിൽ നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടണം എന്നുള്ളത് തീരുമാനമില്ല. കാരണം റിസൾട്ട് കിട്ടൂല, നമ്മുടെ ഉള്ളിലേ ഡൗൺ ആണ്. നമ്മൾ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നം നമുക്ക് പലപ്പോഴും നമ്മളെ ലീഡേഴ്സ് പറയാറുണ്ട്. ഇപ്പൊ ഈ ഐഫ്ലൈസ് മീറ്റിംഗ് ആണെങ്കിൽ പോലും, നമ്മുടെ ഹോം മീറ്റിംഗ് ആണെങ്കിൽ പോലും, NDO ആണെങ്കിൽ പോലും നമ്മളോട് പല കാര്യങ്ങളും എഴുതി വെക്കാൻ പറയാറുണ്ട്. ചില ആളുകൾ ലീഡേഴ്സിനെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, സാറേ ഞാൻ എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഫോണിൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോണിൽ കുത്തി വെച്ചിട്ടുണ്ട്, അതായത് എഴുതി വെച്ചിട്ടുണ്ട്, എന്താ പറയാ വാട്സപ്പിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റെക്കോർഡഡ് ആണ് അല്ലെ, പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഈ എഴുതി വെക്കുക എന്നുള്ളത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു കല്ലിൽ കൊത്തി വെക്കുക എന്നുള്ള പോലെ തന്നെ ശരിക്കും എഴുതി വെക്കണം. നമ്മളെ ഡ്രീംസ്, ഗോള് എല്ലാം നമ്മൾ എഴുതി വെക്കുകയാണെന്നുള്ളത് നിർബന്ധമായി അത് നമ്മളെ തന്നെ ആദ്യം ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ അല്ല. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരിയായിട്ടുള്ള തീരുമാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എഴുതി വെക്കണം. നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ലക്ഷ്യമുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ ലക്ഷ്യം എന്ത്, സ്വപ്നം എന്ത് എന്നുള്ളത് ശരിക്കും നമ്മൾ എഴുതി വെക്കണം.
അത് ശരിക്കും നമ്മുടെ ഉള്ളിലൊരു തീരുമാനം, ആ എഴുതി വെക്കുന്ന ആ ഒരു സമയത്ത് മുതലാണ് നമ്മുടെ മനസ്സിൽ അത് കോറിയിടുക. അല്ലാതെ നമ്മളത് ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഡ്രീം ഉണ്ട്, ഞാൻ ഇങ്ങനെ മനസ്സിൽ ഉണ്ട്, എന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടായില്ല. ആ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ എഴുതി വെച്ചതിലേക്കാണ് പിന്നെ നമ്മൾ നടന്നു പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ കുതിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ പിന്നുള്ള വർക്കുകളും പ്ലാനിങ്ങുകളും ഒക്കെ വരുന്നത് അല്ലെ. അത് എഴുതി വെക്കാൻ നമ്മൾ തയ്യാറാകണം. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എന്റെ ഹെൽത്ത്, എന്റെ കരിയർ, എന്റെ ഫാമിലി, എന്റെ ബിസിനസ്, എന്റെ ഫൈനാൻഷ്യല് എല്ലാം ഞാൻ ഡിസൈഡ് ചെയ്യണം അല്ലെ. മറ്റുള്ളവരെല്ലാം നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ഇതിൽ വളരെയധികം സപ്പോർട്ടീവാണ് നമ്മുടെ SBG സിസ്റ്റവും നമ്മളെ ലീഡേഴ്സും ഒക്കെ നമ്മളെ കൈ പിടിക്കാൻ റെഡിയാണ്. എല്ലാവരും നമ്മളെ വിജയിപ്പിക്കാൻ റെഡിയാണ്. പക്ഷെ വിജയിക്കണം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു തീരുമാനം, ശക്തമായിട്ടുള്ള തീരുമാനം നമ്മൾ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ ശരിയായ രീതിയിൽ. ഇപ്പൊ പലപ്പോഴും പല ആളുകൾ പറയലുണ്ട്, ഞാൻ അവർ പറയുന്ന പോലെ ലിസ്റ്റ് ഇട്ടു, ഡ്രീം എഴുതി വെച്ചു, പല കാര്യങ്ങളും ഞാൻ ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ആക്ഷനിൽ, പ്രവൃത്തിയിൽ അത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മളെ ഉള്ളിൽ തന്നെ നമ്മൾ ഒരു ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം. തീരുമാനം അത് ഇന്ന് തന്നെ, അല്ലെങ്കിൽ എനിക്ക് ഇതുവരെ ഒരു തീരുമാനം ഇല്ല, ഞാൻ എന്തിനാണ് ഈ ബിസിനസ്സിൽ വന്നത്, എന്റെ ഡ്രീം എന്താ, ഇനി ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ എനിക്കൊരു ഡ്രീം വേണം, ഒരു ഗോൾ വേണം. അത് ഇന്നുള്ളിൽ റാങ്ക് ആണെങ്കിൽ റാങ്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വന്ന ആളെ റാങ്ക്, അല്ലെങ്കിൽ അവരുടെ സ്വപ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം, അത് എഴുതി വെക്കണം. അത് എഴുതി വെക്കാൻ തയ്യാറാവണം. അത് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോ അമ്മയോ അവര് തീരുമാനിക്കുന്നതല്ല, നമ്മൾ സ്വന്തം തീരുമാനിക്കുന്നതാവണം നമ്മൾ എന്താ എഴുതി വെക്കേണ്ടത്. അതുപോലെ തന്നെ അതിനു വേണ്ടി പിന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് പ്ലാൻ ചെയ്യുക. എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം, എന്തൊക്കെ പ്ലാൻ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ കിട്ടണം, അറിവുകൾ കിട്ടണം അല്ലെ. NDO, അതുപോലെ GTS, BOP, അതുപോലെ തന്നെ ഇതുപോലത്തെ ഹൈ ഫ്ലൈസ്, ഇതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, എഴുതി വെക്കാൻ പറഞ്ഞതിന്റെ പ്രധാന കാരണം, നമ്മൾ മിനിഞ്ഞാന്ന് എടുത്തൊരു ഷർട്ട് അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് ഇട്ടൊരു ഡ്രസ്സ്, ചുരിദാർ ആയിക്കോട്ടെ, ഡ്രസ്സ് പാന്റ് ആയിക്കോട്ടെ, ഷർട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് എടുത്ത് മിനിഞ്ഞാന്ന് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ്, അതിലെന്താണ് കറി ഇല്ലത്, നമുക്ക് പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റില്ല. നമ്മളെന്നും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്, പലതും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണത് വ്യക്തമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി വെക്കണം. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും എഴുതി വെക്കാനുള്ള കാരണങ്ങൾ പറയുന്നത്. അതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് ഫീൽഡിൽ ഇറങ്ങി, എപ്പോഴും നമ്മളെ ലീഡേഴ്സ് പറയുന്നതാണ് ഫീൽഡ് വർക്ക്. പലപ്പോഴും വിജയിക്കണം, അതുപോലെ തന്നെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ എനിക്ക് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ഞാൻ വന്നിട്ട് ഇത്ര മാസമായി, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് കഴിയുന്നില്ല, ഞാൻ എന്താണ് ഇങ്ങനെ, എനിക്കൊരാളെയും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത്, അതിന്റെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മയിൽ നിന്നാണ് നമുക്ക് റിസൾട്ട് കിട്ടാത്തത്. ആ റിസൾട്ട് എനിക്ക് കിട്ടാൻ ഞാൻ എന്താണ് മാറേണ്ടത്, എനിക്ക് എന്താണ് മാറാൻ ഞാൻ ചെയ്യേണ്ടത് അല്ലെ. അതിന് എനിക്ക് എന്തെങ്കിലും അറിവ് കുറവുണ്ടെങ്കിൽ, ഇപ്പൊ പലപ്പോഴും നമ്മുടെ GTS-നൊക്കെ പങ്കെടുക്കാൻ പറയുന്ന സമയത്ത് എല്ലാ ശനിയാഴ്ചയും മലപ്പുറത്തേക്ക് വരണ്ടേ, അതിനൊരുപാട് എക്സ്പെൻസ് ഉണ്ട്. അവിടെ വന്ന് 30 രൂപ അവിടെ കൊടുക്കണം, അത് എന്നും വണ്ടി കിട്ടണില്ല, അല്ലെങ്കിൽ എന്റെ ടീമിലുള്ള ആളുകൾ ആരും പോരുന്നില്ല, അവരൊക്കെ ഓരോ എക്സ്ക്യൂസ് പറയാണ്. ഞാനായിട്ട് ഒറ്റയ്ക്ക് പോരുമ്പോ അതിന് ആ ഒരു സമയത്ത് തിരിച്ച് ഞാൻ വന്നിട്ടില്ലെങ്കിൽ വൈകിയാല് അല്ലെ, പലപ്പോഴും പല ആളുകളും പറയുന്ന എക്സ്ക്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്ര സമയമാകുമ്പോഴത്തിന് സീറ്റിൽ നിന്ന് എണീറ്റുകാണ്ട് പോകാനുള്ള അല്ലെ. നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പകുതിക്ക് വെച്ചിട്ടിട്ട് പോയിട്ട് കാര്യമില്ല, നമ്മൾ മുഴുവനായിട്ടും എന്താണോ ഏറ്റെടുത്തിട്ടുള്ളത് ആ ഏറ്റെടുത്ത കാര്യം പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ BOP-യിൽ അവരെന്നെ ഡിസൈഡ് ചെയ്യാണ്, ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാകുക, ഇനിയിപ്പോ ഒരു പ്ലാൻ പ്രസന്റേഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ 2-3 ആളുകളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും എണീറ്റ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ആ ഒരു സമയത്ത് അവര് അത്രയും ദൂരെ എഫേർട്ട് ഇട്ട് വന്ന് അവരുടെ എഫേർട്ട് കാണാത്തോണ്ടല്ല, അവർ അത്രയും മുട്ടിയിട്ടാണ് വന്നത്. ചിലപ്പോൾ അവരുടെ ടീമിൽ നിന്ന്, അവരുടെ നാട്ടിൽ തന്നെ അവരൊരു ഒറ്റ വ്യക്തികളെ വന്നിട്ടുണ്ടാവുള്ളൂ, പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും. പക്ഷെ എങ്ങനെയാണ് പിന്നെ നമ്മൾ എഫേർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുക എന്നുള്ളത്, പിന്നെ എന്താ, ഇതൊക്കെ തന്നെയാണ് റിസ്ക്. ആ റിസ്ക് ആ ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നമ്മൾ ആ സമയം നമ്മുടെ പ്രോഗ്രാം കഴിയുന്നത് വരെ നമുക്ക് ഇരിക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ
ഇരുന്ന് പ്രവർത്തിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ മുഴുവൻ കാര്യം നമ്മുടെ പ്രോഗ്രാമാണ് അല്ലെ. ഡിസ്ട്രിബ്യൂട്ടർ പുതിയ ആളുകളെ സംബന്ധിച്ചാണ് അവർ വേറൊരാളെ പ്രസിംഗ് കൂടെ വന്നതാണ്. പക്ഷെ നമ്മൾ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പ്രോഗ്രാമാണ് BOPകളും GTSകളും. അവിടെ നമ്മൾ തന്നെ ഇരിക്കാൻ മുഴുവനായിട്ടും ഇരിക്കാൻ തയ്യാറല്ലെങ്കിൽ നമ്മളെ കൂടെ പുതിയ ആളുകൾ വന്നിട്ടുണ്ടാവും. അപ്ലൈ ലീഡേഴ്സിന് അവരെ കണക്ട് ചെയ്തിട്ട് അവിടെ ഇടയിലുള്ള ലീഡേഴ്സ് പോകുന്നത് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല. അപ്പോ ചില ആളുകൾ ഞാൻ പറയുന്ന സമയത്ത് പറയും, മേഡം നിങ്ങൾക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ എത്ര ദൂരത്തുനിന്ന് വരുന്നതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് ഉണ്ട്, വണ്ടി ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പോകാൻ, ഞങ്ങൾ ഒറ്റയ്ക്കാ വന്നത്, പലപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾ വിജയിക്കാൻ വേണ്ടി വന്ന ആളുകളാണ്. പലപ്പോഴും ഇതിൽ പല പല പ്രതിസന്ധികൾ നമുക്ക് ഉണ്ടാവും അല്ലെ. ആ ഒരു പ്രതിസന്ധികളിൽ തരണം ചെയ്ത് പോയിട്ടേ നമ്മൾ ഒരുപാട് ആളുകൾ എക്സ്പീരിയൻസ് അവിടെ നിന്ന് കേൾക്കുന്നതാണ്. ഞങ്ങൾ ഇങ്ങനെ വിജയിച്ചു, ഞങ്ങൾ ഇങ്ങനെ വന്നതാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് റിസൾട്ടിലൂടെ വന്നതാണ്, ഞാൻ കോടികളുടെ പ്രൊഡക്റ്റ് ബിസിനസ് ചെയ്തു നമ്മൾ പറയുന്നത് കേൾക്കാറുണ്ടെങ്കിൽ പോലും അവരങ്ങനെ ചെയ്തത് എങ്ങനെയാണ്, അവരിതേപോലെ വന്നിരുന്ന് മുഴുവനായിട്ടും ഒരുപാട് അല്ലെ. നമ്മളെ വിജയിച്ച ലീഡേഴ്സിനൊക്കെ കുടുംബവും കൂട്ടവും കുട്ടികളും ഫാമിലി ഇഷ്യൂസ്, ഫാമിലിയിൽ പല പല പ്രോഗ്രാമുകൾ, നമുക്ക് എന്തുണ്ടോ അതെല്ലാം ലീഡേഴ്സിനുണ്ട്, എല്ലാം ഉണ്ട്, ഒന്നുപോലും അവർക്ക് വിട്ടുപോയിട്ടില്ല. ഇതൊക്കെ അവര് ത്യജിക്കാൻ, സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായത് കൊണ്ടാണ് അവർ ആ വിജയിച്ച കഥകൾ അവിടെ നിന്ന് പറയുന്നത്. അപ്പോഴും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ചുരുങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ പോരായ്മകൾ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാത്രമേ നമുക്ക് എനിക്ക് അവിടെ എത്തണം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എന്റെ ഫാമിലി ചീത്ത പറയും, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ എഫേർട്ട് എടുത്ത് വരുന്നുണ്ട്, ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരെയൊക്കെ എന്താ പറയാ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഫാമിലിയോട് ചിലപ്പോ എന്താ പറയാ അവരോട് വെല്ലുവിളിച്ചിട്ടാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ നമ്മളൊരു പ്രോഗ്രാമിന് നമ്മുടെ കൂടെ, ഇപ്പൊ എന്റെ കൂടെ ഒരാള്, പുതിയ ആള് ഞാൻ പറഞ്ഞ പ്രകാരം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ടീമിന്റെ കൂടെ പുതിയൊരാള് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ തന്നെ ആദ്യം അവിടുന്ന് എണീറ്റ് പോകുന്ന സമയത്ത് ഈ വ്യക്തികള് ഈ ബിസിനസിനെ കാണുന്ന രീതി അല്ലെ, എത്രത്തോളം നമ്മൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ആ സീരിയസ്നെസ് നമ്മളിലൂടെയാണ് അവർ നോക്കിക്കാണാം. മറ്റുള്ളവരെ സംസാരിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പല ആളുകള് വിചാരിക്കുന്ന എന്താ, BOPക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, GTSന് എത്തിച്ചു കഴിഞ്ഞാൽ എന്റെ റോള് കഴിഞ്ഞു, അല്ലെങ്കിൽ ലീഡേഴ്സിന് കണക്ട് ആക്കി കഴിഞ്ഞാൽ എന്റെ റോള് കഴിഞ്ഞു, പിന്നെ അത് അവര് നോക്കിക്കോട്ടെ അല്ലെ. പിന്നെ ഒരിക്കലും ഈ റിസൾട്ട് കിട്ടാത്തതിന്റെ കുറെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിനെ നമ്മൾ വന്ന് അവിടെ എല്ലാം കഴിഞ്ഞ് അവർക്കെല്ലാം മനസ്സിലാക്കി കൊടുത്ത് അവരുടെ കൂടെ ഇറങ്ങി, അവർക്ക് വീണ്ടും ഡൗട്ട് ഉണ്ടാകും അല്ലെ, അവരുടെ ഉള്ളിൽ ഉണ്ടാകും. അല്ലെങ്കിൽ അവര് വിചാരിക്കുക എന്താ, ഞാൻ കൊണ്ടുവന്ന വ്യക്തി അല്ലെങ്കിൽ എന്റെ ലീഡർ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും, എന്റെ ലീഡർ ഇന്ന ആളാണ്, അല്ലെങ്കിൽ നമ്മുടെ TC, ATC, DTC, ZDC, STC എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞ DTC അല്ലെങ്കിൽ TC അവർ എണീറ്റ് പോകുന്നതാണല്ലോ കണ്ടത്. ലേഡീസ് ആയിക്കോട്ടെ ജെന്റ്സ് ആയിക്കോട്ടെ അവർ എണീറ്റ് പോകുന്നത് കണ്ട. അപ്പൊ അത്രയും അവർ വാല്യൂ ഉള്ളൂ, കമ്മിറ്റ് ഉള്ളൂ ഈ ഒരു ബിസിനസ്സിൽ അല്ലെ. ഒരു പുതിയ വ്യക്തി പല തീരുമാനം എടുക്കാൻ കാരണം നമ്മളിലുള്ള വിശ്വാസം, നമ്മൾ എന്താണോ അത് കണ്ടിട്ടാണ്. അപ്പോ നമ്മളൊരു തീരുമാനം എന്താണ്, ഞാൻ ഈ ബിസിനസ്സിന് മുഴുവനായിട്ടും ഞാൻ സമർപ്പിക്കുന്നുണ്ടോ. ഒരു GTSന് പോയി കഴിഞ്ഞാൽ ആ GTS മുഴുവൻ കഴിഞ്ഞ് അവിടുത്തെ ആഫ്റ്റർ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണോ, പലപ്പോഴും പല ആളുകളും അവിടെ ആഫ്റ്റർ മീറ്റിംഗ് ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞ് പല അഭിപ്രായങ്ങളും. ഞങ്ങളൊക്കെ ഇതേപോലെ ഇപ്പൊ ഞങ്ങളും പല സമയത്തും ചിലപ്പോ വീട്ടിലെ കുട്ടികൾ പനിയോ കാര്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത് GTS കഴിഞ്ഞാൽ പെട്ടെന്ന് വരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് മക്കളോട് സമാധാനത്തിന് വരാന്ന് പറയെങ്കിലും നമ്മളെല്ലാം അവിടെ എല്ലാം കഴിഞ്ഞ് ലീഡേഴ്സിന്റെ കൂടെ ചിലപ്പോ എന്തെങ്കിലും ഒരു പോയിന്റ് അല്ലെങ്കിൽ ലീഡേഴ്സിന്റെ കൂടെ ഒന്നിരുന്ന് ഒന്ന് സംസാരിച്ച്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അറിവുകൾ, നമ്മളെല്ലാം തികഞ്ഞവരല്ല, നമ്മൾ ഓരോ ലീഡേഴ്സും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ആളുകൾ വരുള്ളൂ അല്ലെ. നമുക്ക് അറിവില്ലെങ്കിൽ അല്ലെങ്കിൽ കഴിവില്ലെങ്കിൽ, നമുക്ക് കഴിവില്ല എന്ന് വിചാരിച്ച് നമ്മൾ ചുരുങ്ങിയിരിക്കല്ല, അതിനു വേണ്ടി നമ്മൾ അറിവ് കിട്ടാനും പഠിക്കാനും മാറാനും തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ കൂടെ ആളുകൾ നിലനിൽക്കുള്ളൂ. ഇത് എപ്പോഴും കണ്ട ഷൗജത്ത് എന്നും ഒരേപോലെയാണ് അല്ലെ, ഷൗജത്തിന് മാറ്റില്ല. ഷൗജത്ത് ഞാൻ കണ്ട അന്ന് ആ വ്യക്തി വന്ന അന്ന് മുതലുള്ള ഷൗജത്ത് തന്നെയാണ്. ഇതേപോലെ ഓരോ വ്യക്തികളും നമ്മളെ കുറിച്ച് പല ആളുകളും നമ്മുടെ കൂടെ വന്ന ടീമുകള് നമ്മളെ അല്ലെ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ അവര് ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മൾ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മളെ ലീഡേഴ്സിനെ
എത്ര കഴിവുണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ആ കഴിവ് നമ്മളിലേക്കും കൂടി പകർത്താൻ നമ്മൾ ശ്രമിക്കണം. ഒരുപക്ഷെ നമ്മുടെ ലീഡർ അത്ര കഴിവോ അവരുടെ അത്ര സ്കില്ലോ അവരുടെ അത്ര പ്ലാൻ പ്രസന്ററോ അല്ലെങ്കിൽ അവർ അത്ര എഡ്യൂക്കേഷൻ കൊടുക്കാനോ നമ്മൾക്ക് അറിയില്ലായിരിക്കാം. നമ്മളെ ഉള്ളിൽ നമുക്കായിട്ടൊരു കഴിവുണ്ട് അല്ലെ? ആ കഴിവ് എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. ആ കഴിവ് പ്രകടിപ്പിക്കാനും അതിനെ ഉരസി അല്ലെ ഒരു എന്താണെങ്കിലും അതാ ഉരസി ഒരു നമ്മുടെ പറയാ സ്ക്രബ് വെച്ചിട്ട് വെറുതെ മിനുസാക്കാന്ന് പറയുന്ന കേട്ടിട്ടില്ലേ? അതേപോലത്തെ മിനുസാക്കി കൊണ്ടുവരാൻ നമ്മളെ ഉള്ളിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് മാത്രമേ നമ്മൾ തീരുമാനം എടുത്താൽ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. അത് നമ്മുടെ മാത്രം തീരുമാനമാണ്. നമുക്കറിയാം ചില ആളുകൾ വന്ന് എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. സക്സസിലേക്ക് എന്താ പറയാ വിജയിക്കുക എന്നുള്ളത് സീക്രട്ടിലൂടെയല്ല, അല്ലെങ്കിൽ ഷോർട്ട് കട്ടിലൂടെയല്ല. അതിനൊരു ലോങ് ടൈം ഉണ്ട്. ഏതൊരു വിജയിച്ച വ്യക്തിയും പറയുന്നത് മിനിമം 7 വർഷമെങ്കിലും ഒരു ബിസിനസ്സുകാരൻ ശരിയായ രീതിയിൽ ബിസിനസ് ചെയ്താൽ വിജയിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ ബിസിനസിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് മിനിമം നമ്മുടെ അൽത്താഫ് സാറൊക്കെ എപ്പോഴും പറയാറുണ്ട് 2 to 5 years അല്ലെ? ഒരു 5 വർഷം കൊണ്ട് വിജയിച്ച അനുഭവസ്ഥരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ലീഡേഴ്സ് തന്നെ ഉണ്ട്. പക്ഷെ നമ്മള് അവരെ പിന്തുടരാൻ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാൻ നമ്മളെപ്പോഴും പറയും ഫോളോ അപ്പ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൊണ്ടുവന്ന ആളുകളെ ഫോളോ അപ്പ് ചെയ്യുന്നു. അതൊക്കെ വേണം, അത് നിർബന്ധമാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ലീഡേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുന്നില്ല? അവരെന്താണെന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കണില്ല. അവരെന്ത് ചെയ്യുന്നു, അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് അവർ ചെയ്യുന്ന ഫോളോ അപ്പിന്റെ സീക്രട്ട്? അവർ ഫോളോ അപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് എന്റെ ടീമിൽ പുതിയൊരാൾ വന്നത്, അവരെന്ത് ചെയ്തു? നമ്മൾ ചെയ്യാൻ തയ്യാറല്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ലീഡേഴ്സിനെ കൊണ്ടുവരാനും ലീഡേഴ്സ് വന്നെങ്കിലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ലീഡേഴ്സ് എന്താണ് ചെയ്യുന്നത് ആ ലീഡേഴ്സിന്റെ പോലെ ആകാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ ലീഡറായി, നമ്മൾ നല്ലൊരു ഫോളോവറായി, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു എന്താ പറയുക സിസ്റ്റം പാലിക്കുന്ന ഒരാളായി മാറുകയാണ്. അല്ലെങ്കിലും എല്ലാ സമയത്തും ലീഡേഴ്സിനെ നമ്മൾ ആശ്രയിച്ചിരുന്ന ലീഡേഴ്സ് അവര് സ്കിൽ ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട്, അവർ മാറുന്നത് നമ്മൾ നോക്കി കാണുന്നുണ്ട്. അവർ പല കാരണം ഗ്രോ ചെയ്യുന്ന അപ്ലൈൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ഒരു അപ്ലൈന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ടാണ് അവർ വിജയിക്കുന്നത്. ആ അപ്ലൈനെ കണ്ട് ആ അപ്ലൈന്റെ കൂടെ ചാരി നിന്നില്ലേ, ചന്ദനം ചാരിയ ചന്ദനം മണക്കുന്നു പറയാറ്. ഇതേപോലെ അവരെ കൂടെ എന്റെ ഒരു ലീഡറെ കൂടെ, അല്ലെങ്കിൽ നമ്മൾ നോക്കി കാണുന്ന വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറെ, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറെ, അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പോലെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണോ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവ് ഞാൻ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ തയ്യാറാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. പരാതി പറയാൻ എളുപ്പമാണ്, എക്സ്ക്യൂസ് പറയാനും പരാതി പറയാനും എപ്പോഴും നമുക്ക് അതിനൊരു എന്താ പറയാ ഒരു അറിവും വേണ്ട. സാറേ ഞാൻ ഇങ്ങനെയാണ്, സാറേ എന്നെ കൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അല്ലെ? പലപ്പോഴും നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ലീഡേഴ്സ് അപ്ലൈൻസിനെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പലതും ചെയ്യാറുണ്ട്. സാറേ ഞാൻ അങ്ങനെയുള്ളതുകൊണ്ട് ലീഡേഴ്സ് ഓക്കെ ശരി എന്ന് പറയാറുണ്ട്. അവർക്കത് പറയാം. പക്ഷെ നമ്മളോട് എക്സ്ക്യൂസ് പറയണേ. ലീഡേഴ്സിന്റെ ഒരു സമയത്ത് നമ്മൾ രക്ഷപ്പെടാം അല്ലെ, എക്സ്ക്യൂസ് പറഞ്ഞ് താൽക്കാലിക നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നമ്മൾ എന്നേക്കുമായിട്ടുള്ള നമ്മുടെ ബിസിനസ് ഔട്ട് ആകാണെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം, ചിന്തിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് എനിക്ക് മാറാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കൽ നിർബന്ധമാണ്. അതിനുവേണ്ടി എന്താണ് എനിക്ക് കുറവ്, ആ കുറവ് ഞാൻ നികത്താൻ ഞാൻ റെഡിയാണ് എന്നുള്ളത് നമ്മൾ ഇന്ന് തന്നെ അടിവരയിട്ട് അതുപോലെ തന്നെ ഡ്രീം എഴുതി വെക്കുക. ഒരിക്കലും പലപ്പോഴും പല ലീഡേഴ്സും പറയുന്നുണ്ട് എനിക്ക് എഴുതി വെക്കാന് മടിയാണ്, എഴുതാൻ മടിയാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളെ മക്കളോ ഭാര്യയോ ആരെങ്കിലും ഉണ്ടാവില്ല എഴുതാൻ അറിയുന്ന, നിങ്ങളുടെ ഡ്രീം അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് എഴുതി വെപ്പിക്ക്. എന്നിട്ട് അത് വീണ്ടും വായിപ്പിക്ക്, അവരെ കൊണ്ട് വായിപ്പിക്കുക. ആ ഡ്രീം അവർ വായിക്കുന്നതിലൂടെ ഇത് എന്റെ ഡ്രീമാണെന്നുള്ളത് നമ്മൾ സ്വയം ചിന്തിക്കണം. അത് അവരെഴുതിയതാണെങ്കിലും ഞാൻ പറഞ്ഞ എന്റെ മനസ്സാണ്, അല്ലെങ്കിൽ എന്റെ മനസ്സിലുള്ള സ്വപ്നമാണ് ഞാൻ എഴുതി വെച്ചത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. ഇപ്പോ നമുക്കറിയാം ഈ ബിസിനസ്സിൽ നമ്മളൊരു ബിസിനസ്സുകാരാണ്. പലപ്പോഴും പല ആളുകളുടെ ഉള്ളിലും ഒരു ബിസിനസ്സുകാരനായി മാറിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരിയായി മാറിയിട്ടില്ല. മൈ ലൈഫിലാണ്, SBGയിലാണ്, ഒക്കെ അടിപൊളി സിസ്റ്റം ഒക്കെയാണ്, ഞാനും മൈ ലൈഫിലുണ്ട്. പക്ഷെ ഒരു ബിസിനസ്സുകാരിയാണോ, ഞാനൊരു ബിസിനസ്സിലാണോ വന്നിക്കണ്? നിങ്ങൾ ബിസിനസ്സുകാരിയാണോ? നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരിയാണ്. നിങ്ങൾ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരിയായി. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പലപ്പോഴും പല ആളുകളും കൂടെ വന്ന ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അവരെ ഫോളോ അപ്പ് ചെയ്യാനും അവരെ വിളിക്കാനും മടി. അവര് ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും ചിലപ്പോ നമുക്കറിയാത്ത ചോദ്യം അവർക്ക് അറിയുന്നത് അല്ലെങ്കിൽ അവർക്ക് ഡൗട്ട് ഉള്ളത് ചോദിക്കും. അത് പറഞ്ഞു കൊടുക്കാൻ റെഡി ആകാത്തതുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ മടിയാണ്. അവർ തിരിച്ചു
ഫോൺ വിളിക്കാൻ മടിയാണ്. നമുക്ക് അറിയുന്ന പോലെ നമ്മുടെ പുതിയ വന്ന ഒരു വ്യക്തിക്ക് അറിയില്ല. ഒരു വെറി സ്റ്റാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെറി ഡബിൾ ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെ ഒരാൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾ കൊടുക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ വന്ന സമയത്ത് പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ആയിഷ മാഡത്തിനോട് വിളിക്കും. ഞങ്ങളുടെ എന്താ പറയുക, ഏറ്റവും നല്ല പ്രൊഡക്റ്റിനെ കുറിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്ത ആയിഷ മാഡത്തിനെ പോലെ ഒരു കഴിവുള്ള ഒരു വ്യക്തി ഞങ്ങളുടെ ടീമിൽ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ആയിഷ മാഡത്തിനോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ ഈ കസ്റ്റമർക്ക് വിളിച്ചിട്ട് അവരുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ആ ഫോൺ കോൾ വെച്ചിട്ട് ആയിഷ മാഡത്തിനോട് ചോദിക്കുമ്പോൾ എന്റെ ലീഡേഴ്സിനോട് ചോദിച്ചിട്ട് അവർ പറയുന്നത് കേട്ട് പിന്നെ ഞാൻ എന്റെ ടീമിനോട് പറഞ്ഞു കൊടുക്കുക. പലപ്പോഴും പല ആളുകളും ചെയ്യുന്ന ഒരു തെറ്റെന്താ വെച്ചാൽ, സാറേ ഞാനൊരു നമ്പർ വിട്ടിട്ടുണ്ട്, ആ നമ്പർ ഇന്ന ആളുകൾക്കുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ചായിക്കോട്ടെ ബിസിനസിനെ കുറിച്ചായിക്കോട്ടെ, നിങ്ങൾ അതൊന്ന് വിളിച്ച് ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് അവരുടെ ഡൗട്ട് ഒന്ന് തീർക്കൂ. കാരണം അവർക്ക് എന്തോ ഡൗട്ട് ഉണ്ട്. ഈ വ്യക്തിനോടാവും ആദ്യം അത് ചോദിച്ചിട്ടുണ്ടാകുക. പക്ഷെ അത് നമ്മുടെ നേരെ മേലെ ലീഡേഴ്സിന് ചോദിക്കണ്ടെന്നല്ല. പക്ഷെ ഈ ഒരു അപ്ലൈനും അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത നമ്പറും ലീഡേഴ്സും തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അവരുടെ ഡൗട്ട് നമുക്ക് എങ്ങനെയാ ക്ലിയർ ചെയ്യാൻ പറ്റുക അല്ലെ? ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ആ ഡൗട്ട് ഒരു പ്രാവശ്യമാണ് ഞാൻ ഈ ഒരു തെറ്റ് ആവർത്തിച്ച സമയത്ത് ആയിഷമേടെ എന്നോട് ചൂണ്ടിക്കാണിച്ചത്, സോജോ ഞാൻ ഈ പറയുന്നത് അവർക്ക് മനസ്സിലായി, അവർ ആ പ്രകാരം പ്രൊഡക്റ്റ് കൊടുത്തു. പക്ഷെ നമ്മള് എങ്ങനെ ഇത് മനസ്സിലാക്കിയെടുക്കും, അല്ലെങ്കിൽ എന്താണ് അതിന് വീണ്ടും നമുക്ക് ബിസിനസ് മുന്നോട്ട് പോകുകയാണ്, ഈ ഡൗട്ട് വീണ്ടും വരാം അല്ലെ? പക്ഷെ നമ്മൾ അപ്പോഴും പഠിക്കണില്ല, നമ്മൾ പഠിക്കാൻ തയ്യാറാണില്ല. നമ്മുടെ ലീഡേഴ്സും ഈ പുതിയ വ്യക്തിയും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുത്തു, അവര് പഠിച്ചു അല്ലെ? പക്ഷെ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ അത് ചെയ്യേണ്ട കാര്യം നമ്മളെ ലീഡേഴ്സിനോട് ചോദിച്ചു, അല്ലെങ്കിൽ പുതിയ വ്യക്തി നമ്മളോട് പ്രൊഡക്റ്റിനെ കുറിച്ചോ എന്ത് ഡൗട്ടോ, അന്ന് അങ്ങനെ ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടല്ലോ, അത് എനിക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂലെങ്കിൽ ഞാനൊരു അർജന്റ് കേസിലാണ്, ഞാൻ ഇപ്പൊ വിളിക്കാം അല്ലെ? വിളിച്ചിട്ട് നിങ്ങൾ അപ്പതാ കട്ട് ചെയ്തൊരു തിരക്കിലാന്നുള്ള രൂപത്തിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, വെച്ച് ഫോൺ കോൾ കട്ട് ചെയ്തിട്ട് നിങ്ങളെ ലീഡേഴ്സിന് ഏത് ലീഡേഴ്സിനാണോ വിളിക്കുക അവർക്ക് വിളിച്ചിട്ട് ഇങ്ങനെ നിന്റെ ടീമിൽ നിന്ന് ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്, ആ ഡൗട്ട് മാഡം ഒന്ന് ക്ലിയർ ചെയ്ത് തരും, അല്ലെങ്കിൽ സാറേ ഒന്ന് ക്ലിയർ ചെയ്ത് തരും. ആ ക്ലിയർ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അവിടെയാണ് നമുക്ക് ഡെവലപ്മെന്റ് വരിക. മറ്റേ നമ്മൾ അവരെ ലീഡേഴ്സിനെയും തമ്മിൽ കണക്ട് ആക്കുമ്പോൾ നമ്മളൊരു മീഡിയേറ്റർ മാത്രമായി പോകും, നമ്മളൊരു അറിവില്ലാത്ത വ്യക്തിയായി മാറും. നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നതോടുകൂടെ നമ്മളത് അറിയാൻ ശ്രമിക്കണം. അപ്പോഴല്ലേ നമുക്കിപ്പോ എന്റെ ടീം എന്നും ആയിഷ മാഡത്തിന് എന്റെ മേലെ ലീഡേഴ്സിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ അവിടെ റോള്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഒരു ലീഡർ ആകാം അല്ലെ? ഞാൻ എങ്ങനെ ഒരു STC ആകാം? നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തും പ്രതിസന്ധികളും എഫേർട്ട് എടുത്തും നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ടുള്ള അവിടുത്തെ നെഗറ്റീവ്സുകളും അവിടുത്തെ ഫീൽഡ് എന്താന്ന് അറിഞ്ഞാണ് ഒരു ലീഡറായി മാറുക. ഇപ്പൊ നമുക്കറിയാം ഡയമണ്ട്, നമ്മുടെ ലാസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഡയമണ്ടാ. ഈ ഡയമണ്ട് എങ്ങനെ ഡയമണ്ട് പെട്ടെന്ന് എല്ലാവർക്കും ഡയമണ്ട് ആവണം അല്ലെ? നമുക്ക് ഡയമണ്ട് ആവണം, 210 വാങ്ങണം, ഒക്കെ റെഡിയാണ്, എല്ലാവരും വാങ്ങും. പക്ഷെ ആ 210 വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. എനിക്ക് എന്തൊക്കെ അറിവുണ്ട്, ആ അറിവാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള അറിവുകൾ നമ്മൾ കൂട്ടിക്കൊണ്ടുവരണം. എനിക്ക് എന്തുകൊണ്ടാണ് ആ അറിവ് എന്റെ ടീം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തത്, അത് എനിക്ക് എന്ത് പോരായ്മയാണ്, ആ പോരായ്മ എനിക്ക് നികത്തണം. അത് ഞാൻ എവിടുന്നാണ് ആരോടാണ് ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളെ പോരായ്മ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരിക്കലും നമുക്കറിയാം, നമ്മളെ മറ്റുള്ളവരെ അനുകരിച്ച് പോകാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. നമ്മൾ ലീഡേഴ്സിനെ അനുകരിച്ചിട്ടോ അല്ലെങ്കിൽ മുബീൻ സാറിനെ പോലെയോ മനോജ് സാറിനെ പോലെയോ നിഷാന്ത് സാറിനെ പോലെയോ അൽത്താഫ് സാറിനെ പോലെയോ ഒന്നും നമുക്ക് അതേപോലെ ആകാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല അല്ലെ? പക്ഷെ അവരുടെ അറിവിനെ അല്ലെങ്കിൽ അവരുടെ സ്കില്ല് എന്താണെന്നുള്ളത്, അവരുടെ ആ ഒരു അറിവ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ആകാൻ പറ്റും. അതുപോലെ തന്നെ അതുപോലെ ആയി വരാൻ പറ്റും. ഒരിക്കലും അൽത്താഫ് സാറൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ, നിഷാന്ത് സാർ സംസാരിച്ചു കഴിഞ്ഞാൽ ഏതൊരാളും ജോയിൻ ചെയ്യും നമ്മൾ പറയാറുണ്ട് അല്ലെ? സാറേ നിങ്ങൾ വന്ന അവര് ഇതേപോലെ ആർജിച്ചെടുത്ത അല്ലെങ്കിൽ നേടിയെടുത്ത കഴിവാണ്, അവരുടെ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് നമുക്കും വേണ്ടേ? എങ്കിലല്ലേ നമ്മുടെ കൂടെ നമ്മുടെ ടീമിലെ നമ്മളൊരു ടീം ലീഡറെ നമ്മളെ കൂടെ കൊണ്ടുപോയിട്ട് ഇത് എന്റെ ലീഡറാണ്, ഈ ബിസിനസ്സിൽ വന്നിട്ട് കുറഞ്ഞ സമയം ആയിട്ടുള്ളൂ, പക്ഷെ എന്തും നമ്മുടെ കൂടെ കട്ടക്ക് എന്തിനും ഏതിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അറിവ് നേടാൻ തയ്യാറാവണം. അതൊരു ബെറി സ്റ്റാറോ ബെറി ഡബിൾ സ്റ്റാറോ, പലപ്പോഴും ചില ആളുകൾ പറയും ഞാനൊരു ബെറി സ്റ്റാർ ആയിട്ടല്ലേ ഉള്ളൂ സാറേ, ഞാനൊരു ബെറി ഡബിൾ ആയിട്ടല്ലേ ഉള്ളൂ, ഞാനൊരു ഫാസ്റ്റ് ടാക്കർ ആയിട്ടല്ലോ, ഒരു TC ഒക്കെ ആവട്ടെ അപ്പൊ നോക്കാം. പക്ഷെ നമുക്കറിയാം, നമ്മളൊരു പിറന്നു വീഴുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടി എന്തൊക്കെ മാറ്റങ്ങൾ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ആദ്യം ആ കുട്ടി ചെയ്യുന്ന അല്ലെ ഒരു പൊസിഷൻ ഉണ്ട്, കമിഴ്ന്ന് കിടന്ന് അല്ലെ, ആദ്യം ഒന്ന് കവിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും അല്ലെ, കമിഴ്ന്ന് കടന്ന് പിന്നെ നീന്താൻ ശ്രമിക്കും, പിന്നെ മുട്ട് കുത്തും, പിന്നെ പിടിച്ചു നിൽക്കും,
പിന്നെ മെല്ലെ മെല്ലെ നടക്കാൻ ശ്രമിക്കും, നടക്കുമ്പോൾ വീഴാനുണ്ട്. പക്ഷെ ഈ പ്രോസസ്സൊക്കെ ആ ഒരു കുട്ടി പിറന്ന് വീണ സമയം മുതൽ ആ കുട്ടി ഇങ്ങനെ നേടി നേടി ആ കുട്ടിയായിട്ട് നേടിയെടുത്തതാണ് അല്ലെ. ഒരിക്കലും പെട്ടെന്നൊരു TC ആകുന്ന സമയത്ത് ഒരിക്കലും ഒരാൾക്ക് ഒരു പെട്ടെന്നൊരു കഴിവ് ദൈവം കൊടുക്കൂല. പക്ഷെ ആ കഴിവ് കിട്ടുന്നത് എങ്ങനെയാ? നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞ് ഒരു ബെറിസ്റ്റാർ ആയി, ബെറി ഡബിൾ ആയി, ഫാസ്റ്റ് ആക്കറായി, ഇങ്ങനെ മെല്ലെ മെല്ലെ അതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുകയാണ്. ഒരാളോട് നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരാളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ ഡെവലപ്പ് ചെയ്ത് അവർക്ക് എന്തൊക്കെ കൊടുക്കുന്നുണ്ടോ, അല്ലെ ബെറി ഡബിൾ ആകുമ്പോ 2-3 ആള് വന്ന്, ഫാസ്റ്റ് ആക്കർ ആകുമ്പോ 5-8 ആള് വന്ന്, TC ആകുമ്പോ 10-20 ആള് വന്ന്, ഒരാളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടായാലല്ലേ 10 ആളെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കഴിയോ. ഒരാളെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അവരെ ഡെവലപ്പ് ചെയ്യാനും നമ്മൾക്ക് ഉൾക്കൊള്ളാനും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ടീമിൽ ഒരുപാട് ആളുകൾ വരുമ്പോ പലപ്പോഴും പല ആളുകൾ നിർത്തിപ്പോകാനുള്ള കാരണം ഇതാണ്. ഒരുപാട് ആളുകൾ വന്നാൽ മാനേജ് ചെയ്യാം. നമ്മൾ ഒറ്റക്കല്ലല്ലോ മാനേജ് ചെയ്യുന്നത്, നമ്മൾ ലീഡേഴ്സിന്റെ സഹായത്തോടു കൂടി, സിസ്റ്റത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഓരോ വ്യക്തികളെയും മാനേജ് ചെയ്യുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? നമ്മൾ ആ ഒരു സിസ്റ്റം പ്രകാരം നമ്മളെ എല്ലാം നമ്മളായിട്ട് പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാക്കി എടുക്കണ്ട. നമ്മൾ എങ്ങനെ ഇവരെ ലീഡ് ചെയ്യും, ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യും നമ്മളായിട്ട് ഉണ്ടാക്കി എടുക്കണ്ട. ഓൾറെഡി അത് സിസ്റ്റത്തിൽ ഉണ്ട്. എന്താണ് ഒരു പുതിയ വ്യക്തി വന്നു കഴിഞ്ഞാൽ അവരെ ചെയ്യേണ്ടത്, അവർക്ക് കൊടുക്കേണ്ടത്, പിന്നെ അടുത്തൊരു വ്യക്തിക്ക് കൊടുക്കേണ്ടത്, അതേപോലെ നമ്മുടെ കൂടെ വന്ന ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട അറിവ് അവരെ കൂടെ വേറൊരാൾ വരുമ്പോ ഈ വന്ന വ്യക്തിക്ക് കൊടുക്കേണ്ടത് ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളെ സിസ്റ്റം ഓക്കെയാണ്, എല്ലാം സെറ്റാണ്. പക്ഷെ അപ്പോഴും നമുക്ക് പരാതിയും പരിഭവങ്ങളാണ്. ഇതെല്ലാം നമ്മൾ മാറ്റാൻ തയ്യാറാവണം, എങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം നമ്മുടെ കമ്പനി പ്രോഡക്റ്റ് സൂപ്പറാണ്. നമ്മൾ ഇന്ന് ഏകദേശം എന്താ പറയാ 140 കോടി ജനങ്ങളുള്ള ആ ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ, നമുക്കറിയാം. പക്ഷെ ഇവിടെ ഈ ലോകത്ത് അറിയപ്പെടുന്ന ഒരുപാട് കമ്പനികൾ ഇന്നുണ്ട് അല്ലെ. നമുക്കറിയാൻ പറ്റും ആപ്പിള്, സാംസങ്, കിയ, ഹുണ്ടായി, ഇവരൊക്കെ ബഡ്ജറ്റും പെർഫോമൻസും ഗൂഗിളില് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്ര ടേൺ ഓവർ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മാർക്കറ്റ് പിടിച്ചിട്ടാണ് അല്ലെ. നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ മാർക്കറ്റ് പിടിച്ചിട്ടാണ് ഇവരൊക്കെ, ഈ ഒരു കമ്പനിയൊക്കെ ടേൺ ഓവർ ഉണ്ടാക്കുന്നത്. ആ ഒരു ഇന്ത്യയിലാണ് നമ്മളും വന്നിട്ടുള്ളത് അല്ലെ. ആ ഒരു കേരളത്തിൽ തന്നെയാണ് നമ്മളും വന്നിട്ടുണ്ട്. നമ്മുടെ വാല്യൂ, മാർക്കറ്റിന്റെ വാല്യൂ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. നമ്മളെ കയ്യിലെ പ്രോഡക്റ്റ് എന്ത് വാല്യുബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇപ്പോ പിന്നെന്താ പറയാ, തട്ടുകടയിൽ നിൽക്കുന്ന ആളുകള്, അതുപോലെ തന്നെ റോഡ് സൈഡില് ബെഡ്ഷീറ്റ്, പച്ചക്കറികള്, ഫ്രൂട്ട്സ്, പലതരം, ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് എന്താ പറയാ ഞാവൽപ്പഴം. ഇതൊക്കെ ഹൈ ലെവലില് എന്താ പറയാ തമിഴ്നാട്ടിലൊക്കെ വന്ന് നമ്മുടെ കേരളത്തിൽ വിൽക്കുന്നുണ്ട്. ഇതൊക്കെ വിൽക്കാൻ ഒരു സ്കില്ല്, അതിന്റെ മാർക്കറ്റ് അറിഞ്ഞിട്ടാണ് അവർ ഇവിടെ വന്ന് സെയിൽസ് ചെയ്യുന്നത്. നമ്മളെ കയ്യില് നമ്മളെ പ്രോഡക്റ്റ് എന്താണെന്ന് പലപ്പോഴും ഇത് വിൽക്കാൻ കഴിയുന്നില്ല വിചാരിച്ച് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമുക്ക് വിൽക്കാൻ കഴിയാത്തത്. പലപ്പോഴും ഒരു ടീം, ഒരു ലീഡർ, ഒരു ടീം, ഒരു ഫാസ്റ്റ് ആക്കറോ, ഒരു ബെറിസ്റ്റാറോ, ഒരു ഡബിൾ സ്റ്റാറോ, അല്ലെങ്കിൽ ആ വ്യക്തി ഒരു 4-5 പ്രൊഡക്റ്റ് ട്രെയിനിങ്ങോ അല്ലെങ്കിൽ 4-5 BOP അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബിസിനസ് എന്താണ് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ 4-5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മതി. ഈ പ്രോഡക്റ്റ് എന്താണെന്നും ഈ കമ്പനി എന്താണെന്നും അറിയാൻ നമുക്ക് ധാരാളമാണ്. പക്ഷെ അപ്പോഴും പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ കഴിയുന്നില്ല, റിക്രൂട്ട് ചെയ്യാൻ കഴിയണില്ല. നമ്മളെ വാല്യൂ, നമ്മളെ കയ്യിൽ കിട്ടിയ പ്രോഡക്റ്റ് എന്താ, നമ്മുടെ അവസരം എന്താ, പ്രോഡക്റ്റ് എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. തീപ്പെട്ടിക്കൊള്ളി വിൽക്കുന്നില്ലേ ആളുകള് അല്ലെ, തീപ്പെട്ടി വിൽക്കുന്നില്ലേ, ചെറിയ വാല്യൂ ഇല്ലാത്ത സാധനങ്ങൾ അവര് ടേൺ ഓവർ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അത് എല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ, കേരളത്തിൽ വിൽക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയില്ല? അപ്പൊ ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മളെ കയ്യില്. പലപ്പോഴും നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റിന്റെ റിസൾട്ട്, ഗുണം, അതിന്റെ ബെനിഫിറ്റ്, അതിന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും ചില ആളുകൾ പ്രോഡക്റ്റ് എടുക്കാൻ പോലും 1,000-ന് വന്നാൽ മതി. ബില്ലിടുന്ന സമയത്ത് പുതിയ വ്യക്തികളെ കുറിച്ചല്ല, വന്നിട്ട് വീണ്ടും ഒരുപാട് ലക്ഷങ്ങളെ ബിസിനസ്, ചിലപ്പോൾ 5,000-ന് വന്ന ആളുകള് ലക്ഷങ്ങളെ ബിസിനസ് ചെയ്ത ആളുകൾ ഉണ്ട്. അത് ആ പ്രോഡക്റ്റിന്റെ വില, ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. എല്ലാം പഠിച്ച് എല്ലാം തികഞ്ഞിട്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റൂല. അത് ചിലപ്പോ എന്താ പറയാ പല ആളുകളും പറഞ്ഞ പ്രോഡക്റ്റും ഇന്ന് നാട്ടിൽ വിൽക്കുന്നുണ്ട്, അതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടോ അതിന്റെ ഫീഡ്ബാക്ക് മനസ്സിലാക്കിയിട്ടോ അല്ല, അവർക്ക് ഇത് വിറ്റേ പറ്റൂ. അവരുടെ സൊല്യൂഷൻ അല്ലെങ്കിൽ അവരുടെ പ്രതിസന്ധികൾ മാറണമെങ്കിൽ, അവരുടെ ഡ്രീംസ് നേടണമെങ്കിൽ അവർക്ക് ഇത് മാർക്കറ്റ് ചെയ്തേ പറ്റൂ, സെയിൽസ് ചെയ്തേ പറ്റൂ. അത് നമ്മളെ കയ്യിലും അറിഞ്ഞോ അറിയാതോ കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല കമ്പനീന്റെ ഏറ്റവും
പ്രോഡക്റ്റ് ആണ്. അത് നമ്മൾ തിരിച്ചറിയണം. ടെക്നോളജി ഉപയോഗിക്കാൻ പഠിക്കണം. കാരണം പണ്ട് ഇപ്പൊ എനിക്ക് എന്റെ ഓർമ്മയിൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 10 വയസ്സ് 12 വയസ്സാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പലചരക്ക് കടകളും പച്ചക്കറികളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട്. അന്ന് നമ്മൾ കാണുന്ന പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ ഒരു ബെഞ്ച് മടക്കി ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ചിട്ടായിരുന്നു അന്നത്തെ മാർക്കറ്റിലെ കടകൾ അടക്കണ രീതി. ഓരോ ബെഞ്ച് ഇങ്ങനെ എടുത്തു വെച്ച് ഓരോ പോളികൾ എടുത്തു വെച്ചിട്ട് അതിൽ വലിയൊരു താഴിട്ട് കൂട്ടിയിട്ട് അല്ലെ, അത് ഓരോ പോളികൾ എടുത്തു വെച്ചിട്ടാവും പിറ്റേന്ന് അവര് വന്ന് സെയിൽസ് ചെയ്യാം. ഈ കടകളൊക്കെ മാറി പുതിയ പുതിയ ടെക്നോളജി ഇന്നും അപ്ഡേറ്റ് ആകാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്. അവർ പഴയ പോലെ വീണ്ടും അതേപോലെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ടെക്നോളജി ഉപയോഗിച്ച ആളുകൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അവരുടെ ടേൺ ഓവർ വർദ്ധിച്ചിട്ടുണ്ട്. നമ്മള് സോഷ്യൽ മീഡിയ ഒരുപാട് ടെക്നോളജി മാറിയിട്ടുള്ള ആളുകളാണ്. ടെക്നോളജി ഉപയോഗിക്കാൻ പഠിക്കണം. ഇന്ന് നമ്മളെ ലോകത്ത് അല്ലെങ്കിൽ നമ്മള് ഏറ്റവും നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ ഏറ്റവും നല്ല അവസരത്തിലാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളെ നല്ല മാർക്കറ്റ്, നമ്മുടെ എന്താ പറയാ വാല്യൂ, ബിസിനസിന് വാല്യൂ എന്താണ് ബിസിനസ്, അല്ലെങ്കിൽ നമ്മൾ പാഷന് ഡെഡിക്കേറ്റ് ആവണം, ബിസിനസ്സിൽ ഡെഡിക്കേറ്റ് ആവണം, കമ്മിറ്റ്മെന്റ് വേണം. എല്ലാ ലീഡേഴ്സും പറയാറുണ്ട്. പക്ഷെ എന്താണ് പാഷൻ, എന്താണ് ഡെഡിക്കേഷൻ അല്ലെ? പാഷന് എല്ലാം എന്തും ഏതും മാറ്റി വെച്ച് ഇതിന് വേണം പ്രയോറിറ്റി കൊടുക്കാൻ. എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ട് ഒരു പ്രോഗ്രാമിന് വിളിക്കുന്ന സമയത്ത് സാറേ എനിക്ക് അതുണ്ട് ഇതുണ്ട് അത് മാറ്റിവെക്കാൻ പറ്റൂല, എല്ലാം എക്സ്ക്യൂസസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാണോ നമ്മൾ ഇതിന് പ്രയോറിറ്റി കൊടുക്കണം, ഈ ബിസിനസ്സിന്, ഈ പ്രൊഡക്റ്റിന്, ഈ ഒരു സിസ്റ്റത്തിന് പ്രയോറിറ്റി നമ്മൾ എന്ന് കൊടുക്കുന്നുവോ അന്നാണ് നമുക്ക് റിസൾട്ട് വരിക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു. നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ഓടിച്ചെന്ന് ബിസിനസ് പറയുമ്പോൾ ആളുകൾ ഏറ്റെടുക്കില്ല. നമ്മൾ ആദ്യം മാറണം. ഒരു ബിസിനസ്സിന് വേണ്ട ഏറ്റവും പ്രധാന കാതൽ എന്ന് പറയുന്നത് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, നമ്മൾ മാറാൻ അപ്ഡേറ്റ് ആക്കാൻ തീരുമാനിക്കുക, നമ്മള് എന്താ പറയാ ടെക്നോളജി ഉപയോഗിക്കാൻ പഠിക്കുക. നമ്മൾ ഒരുപാട് മാറ്റം, എന്താണ് എനിക്ക് മാറ്റേണ്ടത്, ഞാൻ പഴയ രീതിയിൽ വന്ന ആൾ തന്നെയാണോ, എനിക്കൊരു മാറ്റല്ലേ, ഞാൻ എന്താണ് അപ്ഡേറ്റ് ആകാത്തത് അല്ലെ? അത് നമ്മൾ സ്വന്തം നമ്മളോട് ചിന്തിക്കാണ്, നമ്മളോട് ചോദിച്ചു തുടങ്ങണം അന്ന് മുതലാണ്. അല്ലെങ്കിൽ അത് നമ്മളെ ഉള്ളിലേക്ക്, നമുക്ക് അന്ന് ഡൗട്ട് വന്ന് നമ്മൾ ഉള്ളിലേക്ക് ക്വസ്റ്റ്യൻ ഉയർത്തണം. ലീഡേഴ്സിനോടോ ഡൗൺലൈനോടോ അല്ല. എന്താണ് ഏതാണ് അവരോട് തട്ടിക്കയറിയിട്ടോ അല്ലെങ്കിൽ അപ്ലൈൻസിനോട് തട്ടിക്കയറിയിട്ടോ കാര്യമില്ല. എനിക്ക് മാറ്റം വരണമെങ്കിൽ ഞാൻ ചിന്തിക്കണം, ഞാൻ മാറാൻ തയ്യാറാവണം. എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇന്ന കുറവുകൊണ്ടാണ്, അല്ലെ നമ്മളെ ലീഡേഴ്സ് പറഞ്ഞു തരുമ്പോ അവരോട് ഈഗോ വരാതെ അത് ഇനി കുറവുകൊണ്ടാണ്, ഞാൻ മാറാൻ തയ്യാറാവണം, മാറിയേ പറ്റൂ അല്ലെ? എന്റെ ടീമിന്റെ കൂടെ ഞാൻ ഒരു ലീഡറായി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മാറാൻ തയ്യാറാവണം. എന്റെ ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ തയ്യാറാവണം. എന്റെ ടീമിന് എന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ടീമിന്റെ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്, അത് മാറാൻ തയ്യാറാണ്. ഒരുപാട് ലീഡേഴ്സ് മാറാൻ തയ്യാറായിട്ടുണ്ട്, മാറുന്നുണ്ട്, കാണുന്നുണ്ട്, അതിന്റെ ബെനിഫിറ്റ് നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഇന്ന് വന്ന വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് നമ്മള് പലപ്പോഴും എന്താ പറയാ, നമ്മുടെ കൂടെ ചിലപ്പോൾ നമ്മളിലേക്കാൾ അറിവുള്ള ആളുകൾ വന്നിട്ടുണ്ടാവും. പക്ഷെ അവരെ അറിവ് നമ്മൾ തിരിച്ചറിയാൻ നമുക്കുള്ള അറിവില്ല, നമ്മൾ അതിനുള്ള ക്വാളിറ്റി നമുക്കില്ല. അത് നമ്മൾ പറയുന്നതാ അവരങ്ങനെയാണ്, അവരിങ്ങനെയാ. പലപ്പോഴും അവർക്ക് കുറ്റം പറഞ്ഞിട്ട് ആ ടീമിനെ നമ്മൾ മാറ്റി വെക്കും. നമ്മുടെ കൂടെ ക്വാളിറ്റി ഉള്ള ആളുകൾ വരുന്നുണ്ട്. ആ ക്വാളിറ്റി ഉള്ള ആളുകൾ വരുന്നുണ്ടെങ്കിൽ അത് നല്ല ടീമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ആദ്യം നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. മാർക്കറ്റിംഗ്, എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ടായാലും അത് മാർക്കറ്റിലെത്താൻ തയ്യാറാവണം. അതെന്താണ് നമുക്ക് അറിഞ്ഞോ അറിയാതെ ഇപ്പൊ പലപ്പോഴും പല ആളുകളും പ്രൊഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടല്ല മാർക്കറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനും എല്ലാം നമ്മുടെ സിസ്റ്റം ആ കമ്പനി ഒരുക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇപ്പോ കഴിഞ്ഞ GTSന് ഒരു എന്താ പറയാ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കമ്പനിയുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാദമിയുടെ ഡോക്ടർ അഞ്ജിത മാം, നമ്മുടെ പ്രൊഡക്റ്റ് ട്രെയിനർ നമ്മുടെ മഞ്ചേരി ഈ അടുത്ത സമയത്ത് വരുന്നുണ്ട് അല്ലെ? ഇതൊക്കെ നമ്മുടെ ഭാഗ്യല്ലേ? നമുക്ക് അറിവ് അവർ വന്നിട്ടുണ്ടെങ്കിലും വന്നാലും ഇല്ലെങ്കിലും നമ്മൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നത്, നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് എത്ര വാല്യുബിൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് തരുന്നത്. മലയാളത്തിൽ പോലും നല്ല രീതിയിൽ അവരുടെ ക്ലാസ് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല മലയാളത്തിൽ നല്ല ഈസി ആയിട്ട് ഏതൊരു വ്യക്തിക്കും, ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്ത വ്യക്തിക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ കയ്യിലുണ്ട്. നല്ല പ്രോഡക്റ്റ് ഉണ്ട്, നല്ല സിസ്റ്റം ഉണ്ട്, നല്ല കമ്പനി ഉണ്ട്, എല്ലാം ഉണ്ട്. എന്തുകൊണ്ട് ഇതൊന്നും എനിക്ക് കഴിയുന്നില്ല അല്ലെ? അവിടെ നമ്മൾക്ക് എന്താണ് മാറേണ്ടത്, നമുക്ക് എന്താണ് മാറ്റിക്കൊണ്ടുവരേണ്ടത് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ടീം നമ്മളെ പെർഫോം കൂടുന്നുണ്ടോ, എന്റെ ടീമിന് ഈ ആഴ്ച ഈ മാസം അച്ചീവ്മെന്റ് ഉണ്ടോ,
ഗ്രോത്ത് ഉണ്ടോ, ബിസിനസ് വരുന്നുണ്ടോ, ഇത് നമ്മൾ നോക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ബിസിനസ്സാ ചെയ്യുന്നത്? എന്റെ ടീം താഴോട്ടാണോ, അല്ലെങ്കിൽ ഞങ്ങൾ ഗ്രോത്ത് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ ആഴ്ചയിലേക്കാൾ ഈ ആഴ്ച വരുമാനം ഉണ്ടോ, കൂടുന്നുണ്ടോ, കുറയാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറയുന്നു? അതൊക്കെ നമ്മൾ ബിസിനസ് വരുന്നുണ്ട്. പലപ്പോഴും പല ആളുകൾ പറയും, സാറേ എനിക്ക് വരുമാനമല്ല, സാറേ ഓടുന്നുണ്ട്, ഞാൻ ഫീൽഡിലാണ്, ഫുൾ ടൈം ഫീൽഡിലാണ്, ഞാൻ ഓടുതന്നെയാണ്, എനിക്ക് ഇവിടുന്ന് അവിടെ. പക്ഷെ നമ്മൾ ഓടുന്നുണ്ട്, പക്ഷെ ഹാർഡ് വർക്കാണ് വേണ്ടത്. ആ ഹാർഡ് വർക്ക് നല്ല രീതിയിൽ സിസ്റ്റം പറയുന്ന പോലെ പറയാനും റെഡി ആകാനും ടീമിനെ കൊണ്ടുപോകാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ സിസ്റ്റം പറയുന്ന പോലെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അതേപോലെ ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും നമ്മൾ റെഡി ആണോ, അല്ലെങ്കിൽ അതേപോലെ സിസ്റ്റം പ്രകാരമാണോ ഞാൻ ഓടുന്നത്, ഞാൻ വെറുതെ ഹാർഡ് വർക്ക് എടുക്കാണോ, വെറുതെ ഫീൽഡിൽ ഇറങ്ങി ഓടണം. ആ ഫീൽഡിൽ ഇറങ്ങി ഓടുന്നതിന് റിസൾട്ട് ഉണ്ടോ നമ്മൾ തീരുമാനിക്കാൻ അല്ലെങ്കിൽ അറിയാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മളെ ബിസിനസ് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള പറഞ്ഞു തരാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും സിമ്പതി നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മളൊരു സിമ്പതി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന സമയത്ത് ലീഡേഴ്സ് നമ്മളോട് പറയണാണോ, ഓക്കെ നമ്മൾ സിമ്പതി ആഗ്രഹിച്ചിട്ട് കാര്യമല്ല അല്ലെ. നമ്മൾ വേണ്ടത് നമ്മള് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ടീമിന്റെ ഉത്തരവാദിത്തം, നമ്മുടെ ബിസിനസിന്റെ ഉത്തരവാദിത്തം. നമ്മൾ ഒരു പക്ഷെ ചിലപ്പോ ചില ആളുകൾക്ക് ഒരു അനുഗ്രഹം ഉണ്ട്, ഒരു ടീം വന്നതിന് ശേഷം ഇപ്പൊ എന്റെ താഴെ എന്റെ അപ്ലയൻസ് ഒരു ടീമിനെ കൊടുന്നിട്ടു. അത് ചിലപ്പോൾ നല്ല വർക്ക് ചെയ്യുന്ന ടീമാവാം, അല്ലെങ്കിൽ ഒരു പക്ഷെ വർക്ക് ചെയ്യാത്ത ടീമാവാം. പക്ഷെ എന്റെ ഒരു അപ്ലയൻസിന്റെ ഗുണം കൊണ്ട് എന്റെ താഴെ ഒരു ടീം വന്നു, അല്ലെങ്കിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ടീം വന്നു. ഈ ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ടീമിനെ കൊണ്ട് നടക്കാനും നമുക്ക് കഴിവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും, അല്ലെങ്കിൽ അപ്ലയൻസിനെ കുറ്റം പറഞ്ഞ ഇയാള് കൊണ്ടുവന്നിട്ട് ടീം റെഡിയല്ല അല്ലെ, ഒരിക്കലും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കൂടെ വരുന്ന ആളുകളെല്ലാം പഠിച്ചു, നമ്മൾ എങ്ങനെയാ വന്നതെന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ എങ്ങനെയാ വന്നത്, ഞാൻ എന്നെ മാറ്റിയെടുക്കാൻ എന്റെ ലീഡേഴ്സ് എന്തൊക്കെ പരിശ്രമിച്ചു, അത് എന്റെ ടീമിന് ഞാനും കൊടുക്കണ്ടേ എന്നുള്ള ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ടീമിനെ നോക്കി നടത്താൻ നമുക്ക് ധാരാളം ആ ഒരു ചോദ്യം നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ. ഞാൻ എങ്ങനെയായിരുന്നു, ഞാൻ വന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ മാറ്റമുണ്ട്, എന്നെ മാറ്റാൻ എന്റെ ടീം, എന്റെ ലീഡേഴ്സ് എത്രമാത്രം പരിശ്രമിച്ചു, എന്റെ കൂടെ വന്ന് എന്റെ ലീഡേഴ്സ് എന്തൊക്കെ ചെയ്തു, ഇതന്നെയല്ലേ ഞാൻ എന്റെ ടീമിന് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കംപ്ലൈന്റ്സ് പറയാതിരിക്കുക, നെഗറ്റീവുകൾ പറയാതിരിക്കുക, എന്തിനും ഏതിനും പോസിറ്റീവ് മെന്റാലിറ്റി. അത് നമ്മളെ ലീഡേഴ്സ് എപ്പോഴും പറയുന്നതാ. കാരണം നമ്മൾ പറയുന്നത്, നമ്മൾ ചെയ്യുന്നതും പറയുന്നതും എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത്, എന്താണോ നിങ്ങൾ പറയുന്നത്, നിങ്ങളെ ചിന്ത അതാകും, അത് പ്രവൃത്തിയായി മാറും. എല്ലാം പിന്നെ അതിലേക്കാണ് കൺവേർട്ട് ചെയ്യുക. അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ചിന്ത അതാവും, നിങ്ങളുടെ പ്രവൃത്തി അതാവും. അല്ല കംപ്ലൈന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ടീമും കംപ്ലൈന്റ്സ് ഉള്ള വ്യക്തിയാവും. നിങ്ങളുടെ ടീം എന്താ പറയാ നെഗറ്റീവ് ഉള്ള ടീമായി മാറും. നമ്മളൊരു നല്ലൊരു പോസിറ്റീവ് ഉള്ള ഒരു പേഴ്സണാലിറ്റി ആയി മാറുക. അപ്പൊ നമ്മുടെ ടീമും നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ടീമും നമ്മുടെ എല്ലാം, നമ്മുടെ വീട്ടിലും എല്ലാ അന്തരീക്ഷവും നമ്മുടെ പോസിറ്റീവ് ആക്കി മാറ്റാൻ നമ്മുടെ ചിന്തയിൽ നിന്ന് നമുക്ക് മാറ്റാൻ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾക്കും അതിൽ റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ, നമ്മുടെ ടീമിൽ പ്രശ്നം ഉണ്ടാകും, ബിസിനസ്സിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, മുന്നോട്ട് പോകും തോറും ചിലപ്പോൾ കംപ്ലൈന്റ്സ് ഉണ്ടാകും. ഇതൊക്കെ തന്നെയാണ് ഈ ബിസിനസ്. പെട്ടെന്ന് ഒരിക്കലും ഒരാൾ വിജയിക്കൂല. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് മുന്നോട്ട് പോവുക. ആ പ്രശ്നങ്ങളിൽ കംപ്ലൈന്റ് പറയാതിരിക്കാതെ ഉത്തരവാദിത്വത്തോടു കൂടി അത് ഏറ്റെടുത്ത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറാനും കംപ്ലൈന്റ് ഇല്ലാത്തൊരു വ്യക്തിയായി മാറാനും അതിനുവേണ്ടി സൊല്യൂഷൻ കണ്ടെത്താനും നമുക്ക് കഴിയുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് ഒരു കാരണവശാലും നമുക്ക് വിജയം എന്നുള്ളൊരു ഷോർട്ട് ടൈം പ്രോസസ് അല്ല. മിനിമം 7 വർഷമെങ്കിലും അല്ലെങ്കിൽ 5 വർഷമെങ്കിലും നമുക്ക് എടുക്കണം. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് നമ്മുടെ ടീമിന്റെ പ്രശ്നങ്ങളായാലും അല്ലെ, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എന്റെ ടീമിൽ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ, അതിന് എല്ലാ ലീഡേഴ്സിനെയും കൊണ്ടുപോകും, അത് നമ്മൾ പറഞ്ഞു തീർക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെ പറഞ്ഞു തീർക്കുമ്പോഴാണ് ഞാനൊരു ലീഡറായി മാറുക, എന്റെ ടീമിനെ എന്താ പറയാ ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ എന്റെ ടീമിന് വിശ്വാസം ഉണ്ടാകുക. അത് നമ്മൾ ഓരോരുത്തർക്കും ആ കഴിവ് പ്രകടിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയട്ടെ. നമ്മുടെ ബിസിനസ്സും ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ബിസിനസ്സിൽ നല്ല ഒരു മാനേജ്മെന്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത് തിരിച്ചറിയുക. പിന്നെ നമ്മളൊരു വ്യക്തിത്വമായി മാറുക, ഒരു നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് തരാനുള്ളത്. എന്തായാലും ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇതുപോലുള്ള ഇൻഫർമേഷൻ തരാനും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാന് ഞാൻ എന്നുള്ളൊരു വ്യക്തി ഒരു മാറാൻ തയ്യാറായതുകൊണ്ട് മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കി.
മനസ്സിലാക്കുക. സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്ന് ഇതുപോലുള്ള അറിവുകൾ നമുക്ക് കിട്ടാന്, നമുക്ക് എങ്ങനെ എഴുതി വെച്ചാലും എങ്ങനെ പറയാനും നമുക്ക് തയ്യാറാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങാൻ, ഇപ്പൊ രാത്രിയാണ് വിളിച്ചിട്ട് നാളത്തെ ക്ലാസ് നിങ്ങളാണെന്ന് പറയുന്ന സമയത്ത് ഓക്കെ സാറേ ഞാൻ അത് എടുക്കാൻ തയ്യാറാണെന്ന് ചങ്കൂറ്റത്തോടെ പലപ്പോഴും പല ആളുകളും പറയുന്ന സമയത്ത് സാറേ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത ടൈമിൽ ഞാൻ എന്തായാലും പൊളിക്കും എന്നല്ല, എപ്പോഴാണോ നമുക്ക് അവസരം കിട്ടുന്നത് ആ അവസരം, അത് ഒരു ഹോം മീറ്റിംഗിൽ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾ ലീഡേഴ്സ് വിളിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 1 to 1 നിങ്ങൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നിങ്ങളാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അവസരം നമ്മളെ കയ്യിൽ വരിക എന്ന് പറയാൻ പറ്റില്ല. ആ അവസരം ഏറ്റെടുക്കാൻ എന്നാണോ നമ്മൾ തയ്യാറാകുന്നത് അന്ന് മുതലാണ് നമുക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, ഒരുപാട് സമയമായിട്ടുണ്ട്. നമ്മുടെ ടൈം, ഒരുപാട് ആളുകൾ വർക്കിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒരുക്കത്തിലാവും. ഞങ്ങളും വർക്കിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ തന്നെയാണ്, ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ. നമ്മുടെ ബെറി ബ്ലാസ്റ്റിൽ ഈ ഒരു മുഴുവൻ നമ്മുടെ ഈ ഒരു ഐഫ്ലൈസ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാ വ്യക്തികളും ബെറി ബ്ലാസ്റ്റിൽ നല്ലൊരു റാങ്കോട് കൂടി സ്റ്റേജിന്മേ നമ്മുടെ സാറുടെ ഒക്കെ മുന്നിൽ വെച്ച് നല്ലൊരു മൊമെന്റോ വാങ്ങുന്ന നമ്മുടെ ഡ്രീം എന്ന് പറയുമ്പോൾ ആ ഒരു ഡ്രീം നമ്മുടെ ഉള്ളിൽ ആദ്യം ഉണ്ടാവണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ബെറി ബ്ലാസ്റ്റിൽ ആ ഒരു ഒരുപാട് ആളുകളുടെ മുന്നിൽ നിന്ന് നമുക്ക് എന്താ പറയാ നല്ലൊരു പ്രചോദനം അല്ലെങ്കിൽ നല്ലൊരു മൊമെന്റോ ആളുകളെ മുന്നിൽ നിന്ന് വാങ്ങാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ഹെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, ഹെൽത്തും വെൽത്തും ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബാക്ക് ടു MC. താങ്ക് യു മാഡം. ഒരുപാട് നല്ല അറിവുകൾ നമുക്ക് പകർന്നു തന്ന മാഡത്തിന് നല്ലൊരു ഓൺലൈൻ കയ്യടി നമുക്ക് കൊടുക്കാം.